1 മുതൽ 4 ട്രാക്കുകളിലായി കരുവറ്റയുണ്ട്, ചെറുതനയുണ്ട്, നടുവിലെ പറമ്പനുണ്ട്, പായിപ്പാടൻ 2 ഉണ്ട്. രണ്ടാം പദ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കരുവാറ്റ വള്ളവും ചെറുതനയും നടുവിലെ പറമ്പനും പായിപ്പാട് 2 തമ്മിലുള്ള അത്യുജ്വലമായ മത്സരമാണ് നടക്കുന്നത്. ചെറുതന പറഞ്ഞത് 2004 ഇവരുടെ പഴയ ചെറുതന ചുണ്ടൻ നെഹ്റു ട്രോഫി നേടിയിട്ടുണ്ട്. അന്ന് കുമരകൻ ടൗൺ ബോട്ട് ക്ലബ് ആദ്യമായി ജയിപ്പിച്ച വള്ളമാണ്. എങ്കിൽ നടുവിലെ പറമ്പൻ ഇല്ലിക്കളം വള്ളം, പഴയ ഇല്ലിക്കളമും അതിൻ്റെ പേരെല്ലാം മാറി. ലീഡിംഗ് ക്യാപ്റ്റൻ റോച്ച ചാക്കോയാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ. കരുവാറ്റയും ചെറുതനയും നടുവിലെ പറമ്പനും പായിപ്പാടും തമ്മിലുള്ള മത്സരങ്ങൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ പായിപ്പാട് കടന്നു വരുന്നുണ്ട്, നടുവിലെ പറമ്പൻ കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ നടുവിലെ പറമ്പൻ ഒരു 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വള്ളം ഇവിടേക്ക് എത്തുന്നത്. 3-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന നടുവിലെ പറമ്പൻ. ആ നടുവിലെ പറമ്പന് ഇതൊന്നുമല്ല കളിയുടെ പൂരങ്ങളിൽ ഇക്കുറി വരുമ്പോൾ ഈ നെഹ്റു ട്രോഫി മാറോട് ചേർത്ത് പിടിക്കണമെന്ന വാശിയോട് അത്യന്തം വാശിയേറിയ മത്സരങ്ങളിലൂടെ നടുവിലെ പറമ്പൻ കടന്നു വരണം. ഈ നെഹ്റു ട്രോഫി 71ാമത് നെഹ്റു ട്രോഫി തനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നടുവിലെ പറമ്പൻ കടന്നു വരുന്നത്. കുമരകത്തു നിന്നും ഇടിനാദം പോലെ ഇമാനുവൽ ബോട്ട് ക്ലബിന്റെ നടുവിലെ പറമ്പൻ ഏകദേശം വള്ളപ്പാടുകളുടെ വ്യത്യാസത്തിൽ കടന്നു വരാൻ പോകുകയാണ്. ഇല്ല, 2 വള്ളങ്ങളും ഏകദേശം ഒരേപോലെ കടന്നു വരികയാണ്. ആരൊക്കെയാണ്? ചെറുതനയുണ്ട്, നടുവിലെ പറമ്പനുണ്ട്, പായിപ്പാടും കരുവറ്റയും അല്പം പിൻപിലേക്ക് പോയോ എന്ന് സംശയിക്കേണ്ടിരിക്കുന്നു. ചെറുതനയും നടുവിലെ പറമ്പനും തമ്മിലുള്ള മത്സരം. ഇതാണ് മത്സരം, ഇതാണ് വള്ളംകളി. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് തുടക്കം കുറിക്കുന്ന പ്രാഥമിക മത്സരത്തിൽ 2ാം പാദത്തിൽ ചെറുതനയും നടുവിലെ പറമ്പനും പായിപ്പാടിനെയും കരുവാറ്റയെയും വളരെ ദൂരം പിൻവലിക്കുമ്പോൾ 2ാം ട്രാക്കിലെ ചെറുതന ലിനു പാലത്രയും ബാബുക്കുട്ടനും കറുകയിലും ക്യാപ്റ്റനായിട്ടുള്ള ചെറുതന ഒരു തുടപ്പാടുകൾക്ക് മുന്നിലൂടെ അല്ല, ഒട്ടുമൊട്ടും മുന്നിലും പുറയിലുമല്ലാതെ നടുവിലെ പറമ്പനും ചെറുതനയും വാശിയുള്ള മത്സരത്തിൽ അതിശക്തമായി വരുമ്പോൾ ഇതാ നടുവിലെ പറമ്പൻ കടന്നു പോകുന്നു. മനോഹരമായ രീതിയിൽ എത്ര സുന്ദരമായിട്ടുള്ള മത്സരങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഇത് കാണികളുടെ മത്സരമായി മാറുകയാണ്, കാണികളുടെ വള്ളംകളിയായി മാറുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ കാണികളുടെ നെഞ്ചിനകത്ത് നെഞ്ചകം ഇടിയുന്നലേറ്റതുപോലെ പൊളിങ്ങിത്താഴുകയാണ്. ആ താഴ്ചകളിലൂടെയാണ് ചെറുതനയും നടുവിലെ പറമ്പനും 1-2 കടന്നു പോയെങ്കിൽ ഇവരുടെ സമയം നമുക്കറിയില്ല. ഇനി ഇവരായിരിക്കുമോ ഫൈനൽ വരാൻ സാധ്യതയുള്ള വള്ളമൊന്നും നമ്മൾക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. എന്തായാലും കരുവാറ്റയും പായിപ്പാട് നമ്പർ 2 പിന്നാലെ വരുന്നുണ്ട്. അവരിങ്ങനെ അംഗവും കണ്ട് താളിയും പറിച്ച് ഇങ്ങനെ പോരുകയാണ്.